ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നമ്മുടെ സബ്വൂഫറിൻ്റെ റിമോട്ട് സിസ്റ്റം വർക്കിംഗ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഈ റിമോട്ട് സിസ്റ്റത്തിൽ നമ്മൾ ഇതിലേക്ക് നമുക്ക് 12 വോൾട്ട് സപ്ലൈ നമ്മൾ ബാറ്ററി കാറിലെ ബാറ്ററി വഴി നമ്മൾ സപ്ലൈ കൊടുത്തിരിക്കുകയാണ് ഇതിലേക്ക് 12 വോൾട്ട്. അപ്പോൾ ഈ ഒരു 12 വോൾട്ട് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഐസിയിലെ വോൾട്ടേജ് ഒന്നും എത്തില്ല. ഇതിലേക്ക് വോൾട്ടേജ് എത്തണമെങ്കിൽ ഇതിവിടെ റിമോട്ട് സിസ്റ്റം ഉണ്ട്. ഈ റിമോട്ട് സിസ്റ്റം നമുക്ക് ഓണാക്കി നമ്മുടെ കാർ സ്റ്റീരിയോയുടെ നമുക്ക് ഓണായി കഴിഞ്ഞാൽ ബാസൊക്കെ വന്ന് ഓണായി കഴിഞ്ഞാൽ നമുക്കിത് വർക്കാവുള്ളൂ. നമ്മുടെ ഈ കാർ സ്റ്റീരിയോ പവർ ഓണായിട്ട് ഇതിൻ്റെ ഔട്ടിൽ നിന്ന് നമ്മുടെ ഈ ഓക്സ് വഴി ഈ ഓരോ ഓക്സിൽ നിന്ന് ഈ സപ്ലൈ നമുക്ക് ഈ ഓരോ ഓക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ സപ്ലൈ ഓണാവുള്ളൂ സബിൻ്റെ. അപ്പോൾ നമ്മൾ 12 വോൾട്ട് എപ്പോഴും ഇതിൽ ഓൾറെഡി കിടക്കുന്നതാണ്. അപ്പോൾ അത് ഓൾറെഡി വർക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ ഈ ഒരു ഓക്സ് നമ്മൾ ഷോർട്ടാക്കിയിട്ടുണ്ട്. ഓക്സിൻ്റെ 3 വയർ നമ്മൾ ഷോർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സപ്ലൈ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഷോർട്ടാക്കിയാൽ മതി. അപ്പോൾ ഷോർട്ടാക്കിയിട്ട് ഈ ഓക്സിൽ ഞാൻ കൊടുത്തിട്ടും നമ്മുടെ ഈ ഒരു പവർ ഓൺ ആകുന്നില്ല. അപ്പോൾ ഈ പവർ ഓൺ ആകുന്നില്ല, നമ്മുടെ ആംപ്ലിഫയറിലേക്കുള്ള ഐസിയിലേക്കുള്ള സപ്ലൈ സപ്ലൈ ഒന്നും വരില്ല. അപ്പോൾ ഈ സപ്ലൈ വരണമെങ്കിൽ ഞാൻ വേറെ ട്രിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റിമോട്ട് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലെഗും മൂന്നാമത്തെ ലെഗും നമ്മൾ ഷോർട്ടാക്കി കഴിഞ്ഞാൽ ഈ പവർ ഓൺ ആക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു LED ഉപയോഗിച്ചു. LED-യുടെ മൂന്നാമത്തെ കാല് പ്ലസ്സിലും രണ്ടാമത്തെ കാല് നെഗറ്റീവ് കൊടുത്തു. അപ്പോൾ LED പ്ലസ് ചെയ്തു. അതേ സമയത്ത് ഈ ഒരു ലൈറ്റും ബ്ലിങ്ക് ചെയ്ത് കാണാം. അതേപോലെ തന്നെ നമുക്ക് വേറെ ട്രിക്ക് കൂടി ചെയ്യാം. ഈ ഒരു ഒന്നെങ്കിൽ ഈ രണ്ടാമത്തെ കാലും മൂന്നാമത്തെ കാലും നമ്മൾ സോൾഡർ ചെയ്ത് ഷോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു LED നിങ്ങൾക്ക് കത്തിരിക്കുന്നത് കാണാം. ഞാൻ ഇപ്പോൾ ഒഴിവാക്കുന്ന സമയത്ത് അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വിച്ചിങ് നടക്കുന്നത്, സപ്ലൈ സ്വിച്ചിങ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി 12 വോൾട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ 12 വോൾട്ട് സപ്ലൈ നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് നമുക്ക് നമ്മുടെ ഈ സ്വിച്ചിങ് ഓൺ ആക്കാതെ നമ്മൾ ഇതിലേക്ക് വരില്ല. അപ്പോൾ ഇതിലേക്ക് വരണമെങ്കിൽ ഇതിലേക്ക് സ്വിച്ചിങ് ഐസികളുണ്ട്. അപ്പോൾ ഈ സ്വിച്ചിങ് ഐസിയിലേക്കുള്ള വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസിസ്റ്ററിനാണ് ഇതിൻ്റെ സ്വിച്ചിങ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസിൽ നിന്നുള്ള വോൾട്ടേജ് കൊടുത്തിട്ട് ഈ രണ്ടാമത്തെ കാലിലേക്ക് നമുക്ക് വോൾട്ടേജ്, അതായത് ഈ ട്രാൻസിസ്റ്ററാണ് നമ്മൾ ഷോർട്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഈ വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് ഒന്നാമത്തെ കാല് ബേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബേസിൽ നിന്ന് ഇതിൽ നമുക്ക് രണ്ടാമത്തെ കാലിൽ വോൾട്ടേജ് ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് രണ്ടാമത്തെ കാലിൽ. അപ്പോൾ മൂന്നാമത്തെ കാലിലേക്ക് വോൾട്ടേജ് വരുമ്പോൾ പിന്നെ ഈ ബേസിലേക്ക് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന സമയത്താണ്, ബേസായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് സ്വിച്ചിങ് നടക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ വോൾട്ടേജിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിലേക്കാണ് വരുന്നത്. ഇതിലെ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നൊരു ഐസിയും പാടാണ് ഇത്. ഇതിനെ ഈ ചെറിയ വോൾട്ടേജ് ഉണ്ടാക്കിയിട്ട് 5 വോൾട്ട് ഉണ്ടാക്കിയിട്ട് ഈ 5 വോൾട്ട് നമ്മൾ ഈ ഐസിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐസിയിലേക്കുള്ള വോൾട്ടേജിങ് നടക്കാത്തത് കൊണ്ടാണ്, ട്രാൻസിസ്റ്റർ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ അതിന് പകരം ഞാൻ ഈ ഒരു ഷോർട്ടാക്കി നമുക്ക് ഓൾറെഡി റെഡിയാക്കിയതാണ്, ആംപ്ലിഫയർ ആക്കി എടുത്തതാണ്. അപ്പോൾ ഇതിലുള്ള വോൾട്ടേജ് ഇതിലേക്ക് വന്നിട്ടാണ് ഇതിനെ സ്വിച്ചിങ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ സ്വിച്ചിങ് ചെയ്തിട്ട് ഈ ഐസിയെ സ്വിച്ചിങ് ചെയ്യിക്കുന്നു. ഈ വോൾട്ടേജ് ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുകയുള്ളൂ, മെയിൻ ഹൈ ആംപിയർ ഉള്ളത്. അപ്പോൾ ഈ സ്വിച്ചിങ് നടക്കുന്ന സമയത്താണ് ഇതിനെ ഫുള്ള് പവർ ചെയ്യിക്കുന്നത്. അപ്പോൾ മൊത്തം ഇതിലേക്കൊന്നും പവർ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഇൻഡിക്കേഷൻ കത്താത്തത്. അപ്പോൾ ഇതിലേക്കുള്ള ഐസിയിലേക്കുള്ള പവറിങ് നടന്ന സമയത്ത് നമ്മുടെ ഫുള്ള് ഈ സിസ്റ്റം വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുതന്നെ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷനാക്കി വെക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.